പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ലോക വന്യജീവി സംരക്ഷണ ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. കാടിനു കാവലായവർ. ആ കാട്ടിൽ ആനകളും മാനും കുരങ്ങുകളും അണ്ണാന്മാരും ചെറുജീവികളും പക്ഷികളും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ ചില ദുഷ്ടന്മാർ കാട് കയറി വന്നാൽ അവരെല്ലാം ഭയന്ന് ഓടി ഒളിക്കും. മഴവും യന്ത്രങ്ങളും ഉപയോഗിച്ച് മരങ്ങൾ വെട്ടിയെടുത്തു കൊണ്ടുപോകും. സാധുമൃഗങ്ങളെ കെണിയിലകപ്പെടുത്തിയും വേട്ടയാടിയും അവർ രസിക്കും. കാടിൻ്റെ സമാധാനം പൂർണ്ണമായും നഷ്ടമാകുന്ന അവസ്ഥയായി. കാടിന് സമീപമുള്ള ഗ്രാമത്തിലെ കുട്ടികൾ ഇടയ്ക്ക് അവിടെ വരാറുണ്ട്. അവർ മൃഗങ്ങളെ കണ്ട് അവർക്ക് ആഹാരം കൊടുത്തും സ്നേഹിച്ച് സന്തോഷത്തോടെ മടങ്ങുകയാണ് പതിവ്. ഒരു ദിവസം കുറച്ച് കുട്ടികൾ അവരുടെ അധ്യാപകനോടൊപ്പം കാട്ടിലെത്തി. കൂട്ടത്തിൽ മിടുക്കനായ ബാലു പറഞ്ഞു, "ഈ കാടിന് വല്ലാത്ത മാറ്റം തോന്നുന്നു. മൃഗങ്ങളെ പുറത്തൊന്നും കാണുന്നില്ല. മൊത്തത്തിലൊരു ഭയം. എല്ലായിടത്തും ഭയം നിറഞ്ഞ അന്തരീക്ഷം." അവർ നോക്കുമ്പോൾ ഭയന്ന കണ്ണുകളോടെ നടക്കുന്ന മാൻകുട്ടിയെ കണ്ടു. പിന്നാലെ ഭയന്ന് ചിറകിടിച്ച് പറക്കുന്ന പക്ഷികളെയും. ആനക്കുട്ടികൾ അകലം പാലിച്ച് പേടിച്ചു മാറി നിൽക്കുന്നു. അധ്യാപകർ പറഞ്ഞു, "കുട്ടികളെ, ഇവരാണ് നമ്മുടെ വന്യജീവികൾ. ഇവർക്ക് സുരക്ഷിതമായി കാട്ടിൽ ജീവിക്കാൻ വഴിയൊരുക്കണം." അടുത്ത ദിവസം അവർ അധികാരികളുടെ അനുവാദത്തോടെ കാട്ടിലെത്തി. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആഹാരം നൽകി. ധാരാളം ചെടികളും വൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചു. മലിനമായ ജലാശയങ്ങൾ വൃത്തിയാക്കി. കൂടുതൽ വെള്ളക്കുഴികൾ നിർമ്മിച്ചു. ഇതിനു പുറമെ വനപാലകരുടെ സഹായത്തോടെ വേട്ടയാടാൽ തടയാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. ഗ്രാമത്തിലെ നന്മയുള്ള ആളുകളും കുട്ടികളോടൊപ്പം ചേർന്നു. അവർ വനസംരക്ഷണ സംഘം രൂപീകരിച്ചു. വന്യജീവി സംരക്ഷിത മേഖല എന്ന ബോർഡും സ്ഥാപിച്ചു. ഇനി ആരും മൃഗങ്ങളെ ഉപദ്രവിക്കരുത് എന്ന നിയമവും നടപ്പിലാക്കി. അങ്ങനെ കാട് പച്ച പിടിച്ചു തുടങ്ങി. പക്ഷികൾ സന്തോഷത്തോടെ പാടാൻ തുടങ്ങി. ആനകൾ സമാധാനത്തോടെ നടന്നു. കുഞ്ഞുമാനുകൾ പച്ചപ്പുല്ലിൽ ചാടിക്കളിച്ചു. കുട്ടികൾ അഭിമാനത്തോടെ പറഞ്ഞു, "കാട് രക്ഷിക്കുമ്പോൾ പ്രകൃതി നമ്മയെയും രക്ഷിക്കും."